കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും ആവേശ ചിത്രം ലഭിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ്. പേരൂർക്കടയിൽ പെയ്ത കനത്ത മഴയിലും ഇരട്ടിക്കുകയായിരുന്നു അവിടുത്തെ മത്സരവീര്യം. ക്രെയിനുകളിൽ കയറി ഉയർന്നു പൊങ്ങിയ സ്ഥാനാർത്ഥികൾ പ്രവർത്തകർക്ക് ഊർജ്ജമായി. ഇതിനിടെ BJP UDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. സുനിഷ എല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തിനാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയും സാക്ഷ്യം വഹിക്കുന്നത്. അത്രയേറെ വലിയ രീതിയിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രവർത്തകരും ആവേശോജ്വലമായ രീതിയിലാണ് പ്രചരണത്തിന് അവസാനം കുറിച്ചത് എന്നതാണ്. പ്രത്യേക തരത്തിലുള്ള ബലൂണുകൾ, നേരത്തെ കണ്ടതുപോലെയുള്ള കളർ ബലൂണുകൾ, അത്തരത്തിൽ ക്രെയിനുകൾ, ഏതൊക്കെ രീതിയിൽ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം ശക്തിപ്പെടുത്താമോ അത്തരത്തിലൊക്കെ തന്നെയും സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു എന്നത് തന്നെയാണ്. ഏതായാലും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനായി മോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും അടങ്ങുന്ന വലിയ ബലൂണുകളും അതേ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ MP ആവുകയാണെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ഒരേ രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അതേസമയം തന്നെ ശശി തരൂരിനായി എത്തിയ പ്രവർത്തകരും അതേ രീതിയിൽ തരൂരിന്റെ ചിത്രത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അത്തരത്തിലുള്ള ബലൂണുകൾ കൊണ്ടുവന്ന് കൊടി തോരണങ്ങൾ കെട്ടി ഒരു വശത്ത് അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ കണ്ടു. മറുവശത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനായും അതേ രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരുന്നു കണ്ടത്. കൊടി തോരണങ്ങളായും അതേ രീതിയിൽ തന്നെ ബലൂണുകളായും പ്രായഭേദമന്യേ ഓരോ പ്രവർത്തകരും ഈ പേരൂർക്കടയുടെ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു എന്നത് തന്നെയാണ്. ശശി തരൂരിന് കൂടെ അച്ചു ഉമ്മൻ കൂടി പ്രചരണത്തിനെത്തിയിരുന്നു. ഒപ്പം തന്നെ ക്രെയിനുകളേറിയായിരുന്നു രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും പ്രചരണത്തിനെത്തി കലാശക്കൊട്ടിലെത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. തുറന്ന വാഹനത്തിലാണ് പന്ന്യൻ രവീന്ദ്രൻ എത്തിയത്. ഏതായാലും വേനൽ ചൂടും വേനൽ മഴയും ഒന്നും വകവയ്ക്കാതെ ഒരു മാസത്തോളമായി ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരുന്നു പല ഭാഗങ്ങളിലുമായി നടത്തിക്കൊണ്ടിരുന്നത്. അതിലൊക്കെ തന്നെ പരിസമാപ്തി കുറിക്കുമ്പോൾ അതിഗംഭീരമായ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ കലാശക്കൊട്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ കണ്ടത്. ഏകദേശം 3 മണി മുതലായിരുന്നു കലാശക്കൊട്ടെങ്കിൽ പോലും 2 മണി മുതൽ തന്നെ എല്ലാ പ്രവർത്തകരും പേരൂർക്കടയുടെ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരുന്നു. മുദ്രാവാക്യങ്ങളായി പല ഗാനങ്ങളായി പല രീതിയിലും പല ഭാഗങ്ങളിലും ഏതൊക്കെ രീതിയിൽ പ്രചരണം കളർഫുൾ ആക്കാമോ അതേ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു എന്നതാണ്. ത്രികോണ മത്സരം എന്ന തിരുവനന്തപുരത്ത് പറയുമ്പോൾ പോലും കൃത്യമായി കലാശക്കൊട്ടിലും അല്ലെങ്കിൽ പ്രചരണത്തിന്റെ പരിസമാപ്തിയിലും കൃത്യമായ ത്രികോണ പോര് ഈ പേരൂർക്കടയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലായി ചില രീതിയിൽ LDF NDA സംഘർഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ചില രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയും കണ്ടിരുന്നു. BJP പ്രവർത്തകർ LDFനായി നൽകിയിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രചരണത്തിനായി എത്തി എന്ന് കാണിച്ചുകൊണ്ട് ചില രീതിയിൽ ഈ NDA പ്രവർത്തകരും ഒപ്പം തന്നെ LDFന്റെ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. പിന്നാലെ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇവരെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരും NDA പ്രവർത്തകരും ഇതേ രീതിയിൽ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ തർക്കങ്ങളൊക്കെ തന്നെയും പോലീസിന്റെ വലിയൊരു വിന്യാസമുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് 3 മുന്നണികളുടെയും പ്രചാരണം കലാശക്കൊട്ട് നടക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ഘോഷയാത്ര അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു തലസ്ഥാനം ആഘോഷ നഗരിയാകുന്നത് ആ രീതിയിലായിരുന്നു മുന്നണികൾ അവരവരുടെ സ്ഥാനാർത്ഥികൾക്കായി ഇവിടെയൊക്കെ തന്നെയും സ്ഥാനം പിടിച്ചിരുന്നത്. ആ രീതിയിലാണ് അവസാനത്തെ പ്രചാരണ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് കണ്ട ഈ പ്രചരണ പരിപാടികളും ഒപ്പം തന്നെ കലാശക്കൊട്ടും അക്ഷരാർത്ഥത്തിൽ ഒരു ഘോഷയാത്രയുടെ ത്രികോണ മത്സരത്തിന്റെ മുഴുവൻ ആവേശവും കാർന്നുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി തന്നെയായിരുന്നു തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്.